നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മെസ്സിയുടെ പേരിൽ കേരളത്തെ പറ്റിച്ചു. 126 കോടിയുടെ രേഖയില്ല ഇടപാട്. മെസ്സി വരും, അർജന്റീന വരും, കേരളത്തിൽ ഫുട്ബോൾ മാമാങ്കം നടക്കും. പറഞ്ഞതാരാണ്? വിശ്വസിച്ചതാരാണ്? ഒടുവിൽ സംഭവിച്ചത് എന്താണ്? മെസ്സിയില്ല, അർജന്റീനയില്ല, ഇപ്പോൾ 126 കോടി രൂപയുടെ കണക്കുമില്ല. കേരളത്തിൽ മത്സരം നടത്താൻ വിദേശത്തേക്ക് പണം കൈമാറിയെന്ന് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെട്ടതാണ്. പക്ഷേ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ കണ്ടെത്തൽ ഞെട്ടിക്കുന്നത്. 126 കോടി രൂപ കൈമാറി എന്നതിന് രേഖകളില്ല. അപ്പോൾ ഈ കോടികൾ എവിടെ? ആർക്കാണ് പോയത്? എന്തിനാണ് പോയത്? വിദേശത്തേക്ക് പണം കൈമാറിയെങ്കിൽ അതിന്റെ രേഖ എവിടെ? രേഖയില്ലെങ്കിൽ 126 കോടിയുടെ അവകാശവാദം എന്തിന്റെ അടിസ്ഥാനത്തിൽ? മെസ്സി വരുമെന്ന് പറഞ്ഞ് കേരളത്തെ ആവേശത്തിലാക്കിയ അന്നത്തെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഇപ്പോൾ വാർത്ത പുറത്തു വന്നപ്പോൾ വിശദീകരണ കുറിപ്പിറക്കി ഒളിച്ചിരിക്കുന്നു. സർക്കാരിന് നഷ്ടമുണ്ടായില്ലത്രേ. അതാണോ മറുപടി? സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ലെങ്കിൽ മതിയോ? വിദേശത്തേക്ക് കോടികൾ കൈമാറിയെന്ന അവകാശവാദം എവിടെ നിന്നുണ്ടായി എന്നതിന് മറുപടി വേണ്ടേ? മെസ്സി വരുമെന്ന് പറഞ്ഞ് ജനങ്ങളെ ആവേശത്തിലാക്കി. സർക്കാർ വിശ്വസിപ്പിച്ചു. സ്പോൺസർക്ക് പണം വിദേശത്തേക്ക് കൈമാറാൻ കേന്ദ്രാനുമതി വാങ്ങി നൽകി. കോടികളുടെ ഇടപാട് നടന്നുവെന്ന് അവകാശപ്പെട്ടു. ഒടുവിൽ മെസ്സിയുമില്ല, കളിയുമില്ല, 126 കോടിയുടെ രേഖകളുമില്ല. ഇത് വെറും പരാജയപ്പെട്ട ഒരു ഫുട്ബോൾ പരിപാടിയുടെ കഥയാണോ? അതോ മെസ്സിയുടെ പേരിൽ കേരളത്തിൽ നടന്ന വൻ തട്ടിപ്പിന്റെ കഥയോ? പണം എവിടെ പോയി? ആരാണ് വാങ്ങിയത്? ആരാണ് കൊടുത്തത്? ആരാണ് കേരളത്തെ പറ്റിച്ചത്? മെസ്സിയുടെ പേരിൽ 126 കോടി. രേഖകളില്ലെങ്കിൽ പിന്നെന്താണ് ഈ കളി? അർജന്റീന ഫുട്ബോൾ ടീമും ലയണൽ മെസ്സിയും കേരളത്തിൽ കളിക്കുമെന്ന് പറഞ്ഞത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ കായിക മന്ത്രിയായ വി അബ്ദുറഹ്മാൻ ആണ്. വലിയ കൊട്ടിഘോഷിച്ചായിരുന്നു ഈ പ്രഖ്യാപനം നടന്നത്. പക്ഷേ ഒടുവിൽ മെസ്സിയും എത്തിയില്ല, അർജന്റീന ടീമും എത്തിയില്ല. ഇപ്പോൾ ആ ഇടപാടിന്റെ ഞെട്ടിക്കുന്ന അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. മെസ്സിയുടെ പേരിൽ നടന്നത് വൻ പറ്റിക്കലായിരുന്നു എന്നതിന്റെ വിവരങ്ങളാണ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതേക്കുറിച്ച് കായിക മന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അതിലേക്ക് ആദ്യം. അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്. നിലവിൽ നമ്മൾ കായിക വകുപ്പ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഞാൻ ആ റിപ്പോർട്ടിന്റെ കണ്ടന്റിനെ സംബന്ധിച്ച് ഇപ്പോൾ പരാമർശിക്കുന്നില്ല. അത് ഇപ്പോൾ അത്ര ഒരു പരാമർശം നടത്തേണ്ട ഒരു ഘട്ടം കൂടിയല്ല. അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദമായ ചർച്ചകൾ ഗവൺമെന്റ് തലത്തിൽ നടത്തിയതിനു ശേഷം അതൊരു തീരുമാനമെടുക്കും. അതിൽ ഞാൻ നേരത്തെ ഒരു വൺ ലൈനിൽ പറഞ്ഞു തന്നെ അതിൽ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളുണ്ട്. നാട്ടിൽ നിലനിൽക്കുന്ന, ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളും ഒരു ഗവൺമെന്റ് ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ ക്ലബിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പാലിക്കേണ്ടതായ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പിന്നെ കായിക വകുപ്പിന് മുകളിൽ ഒരു അന്വേഷണം ആവശ്യമായതുകൊണ്ടാണ് അത് ഗവൺമെന്റിലേക്ക് കൈമാറിയിട്ടുള്ളത്. ഗവൺമെന്റ് ഉചിതമായ തീരുമാനം എടുത്തതിന് ശേഷം അത് ഗവൺമെന്റ് അറിയിക്കും. ഇപ്പോൾ അതിന്റെ കണ്ടന്റിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അതിപ്പോ പറയാൻ സാധിക്കില്ല. അല്ല, അതാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അതിനെ സംബന്ധിച്ച് ചില വാർത്തകൾ വന്നിരുന്നല്ലോ. അപ്പോൾ അതിൽ പിന്നെ ഏതൊക്കെ ഘട്ടത്തിലാണ് പിന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുള്ളത്, എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് തല ചർച്ചകൾ ആരംഭിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് കുറച്ചുകൂടി വിശദമായ അന്വേഷണങ്ങൾ ആവശ്യമായ അതുകൊണ്ടാണ് ഗവൺമെന്റിലേക്ക് കൈമാറിയത്. ഇത് പിന്നെ ഒരു മന്ത്രിക്ക് വന്ന ഒരു മെയിലിൽ നിന്നാണ് ഈ ചർച്ചകൾ ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണോ ആരംഭിക്കേണ്ടത് എന്നടക്കമുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ പിന്നെ അതിന്റെ സാമ്പത്തികമായ കാര്യങ്ങളെ സംബന്ധിച്ചോ അതിന്റെ മറ്റ് വിശദാംശങ്ങളെ സംബന്ധിച്ചോ ഈ സമയത്ത് വെളിപ്പെടുത്തുന്നത് ഉചിതമായ ഒരു കാര്യമല്ല. അത് വെളിപ്പെടുത്താൻ സാധിക്കില്ല. രഹസ്യ സ്വഭാവത്തോടു കൂടി സംസ്ഥാന ഗവൺമെന്റ് കൈമാറിയ ഒരു ഫയലാണ്. കായിക മന്ത്രി ഒ ജെ ജനീഷിന്റെ പ്രതികരണമാണ് കേട്ടത്. എന്തായാലും വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. മെസ്സിയുടെ പേര് പറഞ്ഞ് കേരളത്തിൽ നടന്നത് വലിയ തട്ടിപ്പായിരുന്നു. അതിന്റെ കഥകളാണ് ഈ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. അത് വിശദമായി തന്നെ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി തയ്യാറാക്കിയിട്ടുണ്ട്, സർക്കാർ നൽകിയിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. ആരൊക്കെ ഇക്കാര്യത്തിൽ കുടുങ്ങും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. വലിയ അവകാശവാദമായിരുന്നു സ്പോൺസറും അന്നത്തെ കായിക മന്ത്രിയായ വി അബ്ദുറഹ്മാനും ചേർന്ന് കേരളത്തിൽ നടത്തിയത്. മെസ്സി വരുംട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ പറ്റിക്കുകയായിരുന്നു അന്നത്തെ കായിക മന്ത്രിയായ വി അബ്ദുറഹ്മാൻ. അദ്ദേഹത്തിന് ചില വിശദീകരണവും വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം നേരിട്ട് മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല. ഒരു വിശദീകരണ കുറിപ്പ് വി
അബ്ദുറഹ്മാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് സർക്കാരിന് 1 രൂപയുടെ നഷ്ടം പോലും ഉണ്ടായിട്ടില്ല എന്നും സ്പോൺസറും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും തമ്മിലായിരുന്നു കരാർ ഉണ്ടാക്കിയത് എന്നുമാണ്. ഈ പറഞ്ഞ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ തെറ്റാണ് എന്ന രീതിയിലാണ് വി അബ്ദുറഹ്മാൻ ഒരു വിശദീകരണ കുറിപ്പ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ PK ഫിറോസ് MLA ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ PK ഫിറോസ്, അബ്ദുറഹ്മാന്റെ വിശദീകരണം താങ്കൾ കേട്ടുവല്ലോ, താങ്കൾ കണ്ടുവല്ലോ. നേരത്തെ അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണ കുറിപ്പ് വന്നിരുന്നു. അതിൽ ഒരു നഷ്ടവും വരുത്തിയിട്ടില്ല അന്നത്തെ സർക്കാർ എന്നാണ്. ബാക്കിയുള്ളതെല്ലാം വെറും പുകമറ ഉണ്ടാക്കുന്നു എന്നതാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ, കാര്യങ്ങൾ വലിയ തട്ടിപ്പാണല്ലോ. ഇതിൽ മറ്റു വിവരങ്ങൾ കൂടി താങ്കൾക്ക് അറിയാമോ? എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചിരുന്നു ഇതിന് പിന്നിലെന്ന്? അതായത് ഇതിനകത്ത് ഒരു സാമ്പത്തിക ബാധ്യത സർക്കാരിന് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും സർക്കാരിന് കൈയൊഴിയാൻ കഴിയില്ല. കാരണം അതൊരു വലിയ സ്കാമാണ് നടന്നിട്ടുള്ളത്. ആ സ്കാമിൽ സർക്കാർ കൂടി പങ്കാളിയായി എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കേരളത്തിലേക്ക് മെസ്സിയെ കൊണ്ടുവരുന്നു, കേരളത്തിൽ അർജന്റീന ടീം കളിക്കാൻ വരുന്നു എന്ന് പ്രചരണം നടത്തി. അതിന്റെ പേരിൽ വലിയ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ഇപ്പോ ഒരു കമ്പനിക്ക്, അമേരിക്കയിലെ ഒരു സ്വകാര്യ കമ്പനിക്ക് ഏതാണ്ട് 130 കോടി രൂപ കൈമാറി എന്നുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ കമ്പനിയെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് അമേരിക്കയിൽ ഇവർ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നിരവധി അന്വേഷണങ്ങൾ നേരിടുന്നവരാണ് എന്ന് ബോധ്യമാകുന്നത്. അപ്പോൾ ഇങ്ങനൊരു കമ്പനിക്ക് കേരള സർക്കാരിന്റെ സഹായത്തോടെ ഫെമയിൽ നിന്ന് എക്സംഷൻ വാങ്ങി കേന്ദ്ര സർക്കാരുമായി കത്തിടപാട് നടത്തി ഒരു സ്വകാര്യ കമ്പനിക്ക്, അതും നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു കമ്പനിയും ആ കമ്പനിയുടെ ഉടമകൾക്കും വേണ്ടി സർക്കാർ കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഒരിക്കലും നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല. മാത്രമല്ല, ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്, ഇപ്പോ മെസ്സിയെ കൊണ്ടുവരാനായിരുന്നു ഈ പണം കൈമാറിയതെങ്കിൽ മെസ്സി വന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അർജന്റീന ടീം കേരളത്തിൽ വന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഇത്രയും ഉയർന്ന ഒരു തുക കേരളത്തിലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്നൊരു തുകയാണ്. അത്ര വലിയൊരു തുക കൊടുത്തിട്ട് ആ തുകക്ക് ആ കരാറ് പാലിക്കപ്പെടാതിരുന്നാൽ സ്വാഭാവികമായും ആരാണെങ്കിലും കേസിന് പോകും. എന്നാൽ റിപ്പോർട്ടർ ടിവിയും ആ കമ്പനിയുടെ മേധാവികളും നാളിതുവരെയായി ഒരു കേസ് പോലും കൊടുത്തതായി ഒരു രേഖയും എവിടെയും ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ ഇതിന്റെ പിന്നിൽ അവർ മറ്റെന്തോ ലക്ഷ്യം വെച്ചാണ് ഈ ഇടപാടുകൾ നടത്തിയതെന്നുള്ളത്. ഫിറോസ്, അതായത് ഇത്രയും തുക വിദേശത്തേക്ക് കൈമാറാൻ അവർക്ക്, ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് അവസരമുണ്ടാക്കി കൊടുത്തു അന്നത്തെ സർക്കാർ. ഇതല്ലേ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? അതായത് കേവലം പണം കൈമാറി എന്നുള്ളതല്ല, ഒരു കള്ളപ്പണ ഇടപാട്, ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ, ഒരു മണി ലോണ്ടറിങ് നടത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ കൂട്ടുനിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ലായിരുന്നുവെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാൻ സംസ്ഥാന സർക്കാരിന് തയ്യാറാകണം. അതിന് വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി യോഗം വിളിക്കുന്നു, ചീഫ് സെക്രട്ടറി യോഗം വിളിക്കുന്നു. കൊച്ചി സ്റ്റേഡിയം ഒരു കരാറുമില്ലാതെ ഇവർക്ക് കൊടുക്കുന്നു. ഇപ്പോ കൊച്ചി സ്റ്റേഡിയം ഏതെങ്കിലും സംഘടനക്കോ സ്ഥാപനങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ 5 കോടി രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഡെപ്പോസിറ്റും ഇല്ലാതെ, ഒരു കരാറുമില്ലാതെ സംസ്ഥാന സർക്കാരിന്റെ ഒരു അസറ്റ്, ഒരു സ്ഥാപനം, ഒരു സ്റ്റേഡിയം ഒരു സ്വകാര്യ കമ്പനിക്ക്, അതും പലതവണ പല കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു ചാനലിന് വേണ്ടി, ഒരു സ്വകാര്യ ചാനലിന് വേണ്ടി സംസ്ഥാന സർക്കാർ കൈമാറി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ഈ ദുരൂഹതകളെ കുറിച്ച് വ്യക്തമായി മറുപടി പറയാൻ മന്ത്രി തയ്യാറായില്ല. മന്ത്രി ഏറ്റവും ഒടുവിൽ ചാനലിന് മുമ്പിൽ പറഞ്ഞ് നമ്മളെല്ലാവരും കണ്ടത്, അടുത്ത വിൻഡോയിൽ, മാർച്ച് വിൻഡോയിൽ മെസ്സി കേരളത്തിൽ വരുന്നതാണ്. പല വിൻഡോയും കഴിഞ്ഞു പോയി, ഒരു വിൻഡോയിലും കേരളത്തിൽ മെസ്സി വന്നതായി കണ്ടില്ല, അർജന്റീന ടീം വന്നതായി കണ്ടില്ല. മാത്രമല്ല, ഇന്ത്യയിൽ മറ്റു പല സ്ഥലങ്ങളിലും മെസ്സി വന്നതും നമ്മൾ കണ്ടു. അപ്പൊ ഈ ഒരു മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നു എന്ന ഒരു കാര്യം മുൻകൂട്ടി മനസ്സിലാക്കി അതിന്റെ പേരിൽ എന്തോ ഒരു ദുരൂഹമായ ഇടപാടുകൾ നടത്താൻ ഇവരെല്ലാം കൂടി ചേർന്ന് തയ്യാറാക്കിയ ഒരു ആസൂത്രിതമായ നാടകമാണ് സംഭവിച്ചതെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇതിനകത്ത് മന്ത്രിയുടെ ഒരു വിശദീകരണ കുറിപ്പുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് പൊതുമേഖലാ ബാങ്ക് വഴിയാണ് സ്പോൺസർ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് പണം നൽകിയത് എന്നാണ്. അങ്ങനെയാകുമ്പോൾ അവിടെ എങ്ങനെയാണ് കള്ളപ്പണ ഇടപാട് വന്നത് എന്ന ചോദ്യമാണ് മുൻ മന്ത്രി ഉന്നയിക്കുന്നത്. മുൻ മന്ത്രി ചോദിക്കുന്നു മഞ്ജുഷ്, ഞാൻ വെല്ലുവിളിയായി ചോദിക്കുന്നു. ഞാൻ പറയുന്നു, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അല്ല ഇവർ പണം കൈമാറിയത്. ഇവർ മറ്റൊരു ഏജൻസിക്കാണ് കൈമാറിയത്. അമേരിക്കയിൽ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഏജൻസിക്കാണ് ഇവർ കൈമാറിയത് എന്ന് ഞാൻ പറയുന്നു. അതല്ല എന്ന് തെളിയിക്കാൻ ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. അമേരിക്കൻ ഫുട്ബോൾ ഏജൻസിക്ക് അവർ പണം കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് അവർ, അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് അവർ പണം കൈമാറിയിട്ടുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. ഞാൻ പറയുന്നു, ടൂർപ്പോ ഡെൻഡർ എന്ന് പറയുന്ന ഒരു ഏജൻസിക്കാണ് ഇവർ പണം കൈമാറിയിട്ടുള്ളത്. ആ പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട കത്തിടപാടുകളാണ്. ആ ഏജൻസിക്ക് പണം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കത്തിടപാടുകളാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്, കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്.
അപ്പോ എഎസ്എക്ക് പണം കൈമാറി എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. അപ്പോ ഈ തേർഡ് പാർട്ടി ഏജൻസിക്ക് എന്തിന് പണം കൈമാറി? ഈ ഏജൻസിയെ കുറിച്ച് കേരള സർക്കാർ അന്വേഷിച്ചിരുന്നോ? അവരുടെ മുൻകാല ചരിത്രം കേരള സർക്കാർ അന്വേഷിച്ചിരുന്നോ? അങ്ങനെ ഒരു ഏജൻസിക്ക് പണം കൈമാറുന്ന ഒരു ഇടപാടിന് എന്തൊരു സംസ്ഥാന സർക്കാർ കൂട്ടുന്നു? ഇതിനൊക്കെ മറുപടി പറയാതെ മന്ത്രി ചോദ്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി കുറിപ്പിറക്കി തന്റെ നിലപാട് പറഞ്ഞാൽ മാത്രം പോരാ. മാധ്യമങ്ങളെ അഭിമുഖീകരിക്കണം, ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി അദ്ദേഹം മറുപടി പറയണം. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഈ കേന്ദ്രത്തിൽ നിന്ന് അനുമതി വാങ്ങിക്കൊടുത്തിരുന്നു, അങ്ങനെയേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് സുതാര്യമായി തന്നെയാണ്, കായിക വകുപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അനുമതി വാങ്ങിയത് എന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ പറയുകയാണ്. ഇപ്പോൾ കായിക വകുപ്പിന്റെ അറിവില്ലാതെ മന്ത്രി നേരിട്ട് ഇത്തരത്തിൽ ചർച്ചകൾ നടത്തി ഇമെയിലുകൾ അയച്ചു എന്നുള്ള പരാമർശമൊക്കെ ഈ റിപ്പോർട്ടിൽ വന്നിരുന്നുവല്ലോ. അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ്, കായിക വകുപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അന്നത്തെ കായിക വകുപ്പ് സെക്രട്ടറിക്കും അറിവുള്ള കാര്യമാണ്, അങ്ങനെ വ്യവസ്ഥകൾ പാലിച്ചാണ് കേന്ദ്രത്തെ സമീപിച്ച് കേന്ദ്ര അനുമതി വാങ്ങി നൽകിയത് എന്നാണ്. ഈ ആർക്ക് വാങ്ങി നൽകിയത്? ഈ സ്പോൺസർക്ക്, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് വാങ്ങി നൽകിയത്. ഇതാണ് വി അബ്ദുറഹ്മാന്റെ പ്രതികരണം. ദുർബലമാണ് അദ്ദേഹത്തിന്റെ വാദഗതികൾ എന്നാൽ എങ്കിലും അദ്ദേഹം സുതാര്യമായിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനകത്ത് എന്ത് സുതാര്യതയാണുള്ളത്? ഞാൻ ചോദിക്കട്ടെ, കായിക മന്ത്രി മറുപടി പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളില്ലേ? ഒന്ന്, മന്ത്രി നേരിട്ട് സ്പെയിനാണ് അർജന്റീനൻ ടീമിനെ ക്ഷണിച്ചത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ചെലവാക്കിയിട്ടാണ് അദ്ദേഹവും ഉദ്യോഗസ്ഥ സംഘവും സ്പെയിനിൽ പോയി ഇവരെ ക്ഷണിച്ചു എന്ന് പറയുന്നത്. അതിനുശേഷം അതേസമയത്ത് തന്നെ ശരിയാണ്, അദ്ദേഹം അതേസമയത്ത് തന്നെ പറയുന്നുണ്ട് കരാർ ഒപ്പിട്ടത് AFAയും ഈ പറയുന്ന സ്പോൺസറും തമ്മിലാണ്, അതിൽ സർക്കാർ ഒരു ബാധ്യതയും ഇല്ല. സർക്കാരിന്റെ ഒരു ഇവന്റിന് ഞാൻ ചോദിക്കുന്നത്, മെസ്സിയെ കൊണ്ടുവരുന്നതും അർജന്റീന ടീമും കേരളത്തിൽ വരുന്നതും സർക്കാരിന്റെ ഒരു പദ്ധതിയാണെങ്കിൽ ആ പദ്ധതിക്ക് ഒരു സ്പോൺസറെ കണ്ടെത്തുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു നടപടിക്രമം ഉണ്ടാവില്ലേ? അതിനകത്ത് എന്തെങ്കിലും പരസ്യം ചെയ്തിരുന്നോ? സർക്കാരിന് ഇത്ര സാമ്പത്തിക ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ്, മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു, അതിന് ഒരു സ്പോൺസറെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് സർക്കാർ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നോ? അങ്ങനെയാണോ? അദ്ദേഹം പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് അർജന്റീന ടീം സൗഹൃദ മത്സരത്തിന് സന്നദ്ധത അറിയിച്ചത്. സ്പോൺസറാകാൻ താല്പര്യം അറിയിച്ച് 2 സ്ഥാപനങ്ങൾ സർക്കാരിനെ സമീപിച്ചിരുന്നു. ആദ്യം സ്പോൺസറായി നിശ്ചയിച്ചവർ വ്യവസ്ഥകൾ പാലിക്കാത്തതിനെ തുടർന്ന് പിന്നീട് താല്പര്യമറിയിച്ച റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ സ്പോൺസറായി നിശ്ചയിക്കുകയും അവർ AFAയുമായി കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതാണ് അന്നത്തെ മന്ത്രിയുടെ വിശദീകരണം. അങ്ങനെയാണെങ്കിൽ 2 ചോദ്യത്തിനാണ് മന്ത്രി മറുപടി പറയേണ്ടത്. മുൻമന്ത്രി മറുപടി പറയേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, ഈ സ്പോൺസറെ കണ്ടെത്താൻ വേണ്ടി എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ അദ്ദേഹത്തിന്റെ കായിക വകുപ്പോ കായിക മന്ത്രാലയമോ ഇറക്കിയിരുന്നോ? രണ്ടാമത്തെ ചോദ്യം, ഈ സ്പോൺസറുമായി സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ കരാർ, ആ കരാറിന്റെ ഒരു കോപ്പി അദ്ദേഹം പുറത്തുവിടാൻ തയ്യാറാവുമോ? എന്തൊക്കെയാണ് ഈ കരാറിലെ ടേംസ്, അതിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഈ കൊച്ചി സ്റ്റേഡിയം ഈ പറയുന്ന ഒരു സ്വകാര്യ കമ്പനിക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ ആ കരാറിന്റെ കോപ്പി അദ്ദേഹം പുറത്തുവിടുമോ? ഒരു കരാറുമില്ലാതെ ഒരു സർക്കാരിന് ഇത്തരത്തിലുള്ള ഒരു സ്വകാര്യ കമ്പനിയുമായി എന്തെങ്കിലും ഒരു ധാരണയിലെത്താൻ മന്ത്രിയുടെ സ്വകാര്യമായിട്ടുള്ള ഒരു ഏർപ്പാടാണോ ഇത്? അദ്ദേഹത്തിന്റെ വ്യക്തിപരമായോ അദ്ദേഹത്തിന്റെ കുടുംബപരമായിട്ടുള്ള ഒരു ഏർപ്പാടാണോ? ഇവന്റ് ആണോ? സംസ്ഥാന സർക്കാരിന്റെ ഇവന്റ് ആണെങ്കിൽ അതിന്റെ ഒരു കരാർ വേണ്ടേ? ആ കരാറിന്റെ മാനദണ്ഡങ്ങൾ വേണ്ടേ? അങ്ങനെ ഒരു കരാർ ഉണ്ടായിട്ടുണ്ടോ? മന്ത്രി മറുപടി പറയണം. അതല്ലാതെ അത് കായിക വകുപ്പ് അറിഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിൽ അവർ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ലാതെ അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല. അതിന്റെ കരാർ പുറത്തുവിടണം, അതിന്റെ വ്യവസ്ഥകൾ പുറത്തുവിടണം. അത് അർജന്റീന ടീമിന്റെ സ്പോൺസറെ കണ്ടെത്തിയത് മുതൽക്ക് ഏറ്റവും ഒടുവിൽ സ്റ്റേഡിയം കൈമാറിയതുമായി ബന്ധപ്പെട്ട് വരെയുള്ള കരാറുകൾ പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറാകണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ സ്പോൺസർ പറയാൻ പോകുന്നത് ഇതുവരെ ഒരു വിശദീകരണം സ്പോൺസറുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. 8 മണിക്ക് എന്തോ അദ്ദേഹം തന്റെ ചാനലിൽ ഇതേക്കുറിച്ച് വിശദീകരണം നൽകുമെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ അറിയുവാൻ കഴിഞ്ഞത്. ഇപ്പോൾ അവർ പറയാൻ പോകുന്നത് 126 കോടി രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടല്ലോ, ഞങ്ങൾ പണം കൊടുത്തു, പക്ഷേ അർജന്റീന ഫുട്ബോൾ ടീമും മെസ്സിയും വരാൻ തയ്യാറായില്ല, അപ്പോൾ നഷ്ടം സഹിച്ചത് ഞങ്ങളാണല്ലോ, എന്നിട്ട് ഞങ്ങളുടെ മേൽ എന്തിനാണ് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് എന്നായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും, അല്ലേ? അല്ലല്ല, അദ്ദേഹം ഇതൊക്കെ ചെയ്തത് കേരളത്തിലെ ജനങ്ങളുടെ പേരിലാണ്. ഇപ്പൊ റിപ്പോർട്ടർ TV സ്വന്തം നിലക്ക് അർജന്റീനൻ ടീമിനെയോ മെസ്സിയോ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, റിപ്പോർട്ടർ TV വയനാട്ടിൽ അവിടെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പം ആ ഉരുൾപൊട്ടലിൽ ആളുകൾക്ക്
പിന്നെ വീട് വെച്ചു കൊടുക്കും പറഞ്ഞ് പറ്റിച്ചു. ആ പറ്റിച്ചതിന് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ? ആർക്കെങ്കിലും പ്രതിഷേധമുണ്ടോ? സംസാരിക്കുമ്പോൾ പലരും സൂചിപ്പിക്കും അക്കാര്യം എന്നല്ലാതെ അത് അവർ സ്വന്തം നിലക്ക് ഒരു വാഗ്ദാനം നൽകി, ആ വാഗ്ദാനം അവർ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നൽകിയതായിരുന്നു എന്നതുകൊണ്ട് വേറെ ആർക്കും ഒരു പ്രയാസം ഉണ്ടാവേണ്ട കാര്യമില്ല. അവരുടെ ഒരു ക്രെഡിബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇതങ്ങനെയല്ല. ഇത് കേരളത്തിലെ ജനങ്ങളുടെ പേരിൽ കേരളത്തിലെ ജനതയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ചില ഇടപാടുകളാണ്. അതിനകത്ത് സർക്കാർ കക്ഷിയാണ്. സർക്കാരിന്റെ മെഷീനറിയെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളും നികുതി പണം കൊടുക്കുന്ന ശമ്പളം പറ്റുന്ന DGPയും ചീഫ് സെക്രട്ടറിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും ഉൾപ്പെടെയുള്ള മെഷീനറിയെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കബളിപ്പിക്കൽ നടത്തിയിട്ടുള്ളത്. ആ കബളിപ്പിക്കലിൽ സംസ്ഥാന സർക്കാരിന് എത്ര കോടി രൂപ നഷ്ടമുണ്ടായി എന്നതിനേക്കാളും ഒരു സർക്കാരിനെ ആകെ ഉപയോഗപ്പെടുത്തി ചൂഷണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. ഫിറോസ്, ഒരു കാര്യം കൂടി, മുൻമന്ത്രിയായ വി അബ്ദുറഹ്മാൻ ഈ സാമ്പത്തിക തട്ടിപ്പിൽ നേരിട്ട് പങ്കാളിത്തമുണ്ട് എന്നുള്ള ആരോപണം താങ്കൾ ഉന്നയിക്കുന്നുണ്ടോ? സാമ്പത്തിക ഇടപാടാണല്ലോ എന്തായാലും. അല്ലെങ്കിൽ കായികമന്ത്രി പറയട്ടെ, എന്തിനു കൂട്ടുനിന്നു? ഈ പറയുന്ന പിന്നെ ഇത്രയും വലിയൊരു സാമ്പത്തിക ഇടപാടിന് ഒരു കരാർ പോലും ഉണ്ടാക്കാതെ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ മെഷീനറിയും ഉപയോഗിച്ചുകൊണ്ട് ഒരു പിന്നെ ഒരു കമ്പനിയെ പുകമറയിൽ നിൽക്കുന്ന ഒരു ഇരുട്ടിൽ നിൽക്കുന്ന ഒരു കമ്പനിയുമായി ഒരു കരാർ ഉണ്ടാക്കാൻ എന്തിന് സംസ്ഥാന സർക്കാരിന്റെ മെഷീനറി അദ്ദേഹം ഇവർക്ക് വേണ്ടി വെച്ചു കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ച് കായികമന്ത്രി മറുപടി പറയട്ടെ. അദ്ദേഹത്തിന്റെ താല്പര്യം മറ്റെന്തെങ്കിലും ആയിരുന്നെങ്കിൽ അദ്ദേഹം പറയട്ടെ. അദ്ദേഹം അത് വ്യക്തമാക്കുന്നില്ല. അതിന് പകരം പിന്നെ ഇതെല്ലാം കായിക വകുപ്പ് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്, എല്ലാം നടപടിക്രമങ്ങൾ പാലിച്ചാണ് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്ന മറ്റൊരു വിശദീകരണം എന്ന് പറയുന്നത് ഒരു സ്വകാര്യ കമ്പനിയുമായിട്ടാണ്. ഇപ്പോൾ സ്വകാര്യ സ്ഥാപനമാണല്ലോ ഈ പറയുന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്നുള്ളത്. അവരുമായിട്ട് സംസ്ഥാന സർക്കാരിന് നേരിട്ടൊരു കരാർ ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ട് സ്പോൺസറെ വെച്ച് ഒരു കരാർ ഉണ്ടാക്കി എന്നുള്ളതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം വരുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, സംസ്ഥാന സർക്കാരിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഇവർ കത്തിടപാടുകൾ നടത്തിയത്, മെയിലുകൾ അയച്ചത് എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടറുള്ള പല കേസുകളിലും പ്രതിയായിട്ടുള്ള ഒരു കമ്പനിയെയും ആ കമ്പനിയുടെ മേധാവികളെയും സംസ്ഥാന സർക്കാരിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തുമ്പോൾ അത് പിന്നെ അതിന്റെ ഇവരുടെ ഒരു പിന്നെ ചരിത്രം എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പരിശോധിക്കാതിരുന്നത്? സംസ്ഥാന സർക്കാർ തന്നെ, സംസ്ഥാന സർക്കാരിന്റെ പോലീസും അന്വേഷണ ഏജൻസികളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിലെ പ്രതിയായിട്ടുള്ള ആളുകളെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ വക്കാലത്ത് കൊടുക്കുമ്പോൾ ആ കേസുകളുടെ അവസ്ഥ എന്തായിരിക്കും? ആ കേസുകളുടെ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയായിരിക്കും ഇവരെ കാണുന്നത്? അതിന് പല നിലക്കുള്ള കാര്യങ്ങളില്ലേ? മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു അമേരിക്കയിൽ ഒരു കമ്പനിയുമായി ഒരു കരാർ ഉണ്ടാക്കുന്നത് പോലെയുള്ള ഒരു ഇത്രയും വലിയൊരു ഇടപാട് നടത്തുമ്പോൾ ഈ ഇത്തരം ഒരു കമ്പനിയെ തെരഞ്ഞെടുക്കുമ്പോൾ ആ കമ്പനി നടത്തുന്ന ഇടപാടുകളിൽ സംശയാസ്പദമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് മന്ത്രി മനസ്സിലാക്കണ്ടേ? അപ്പൊ മന്ത്രി ഇത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ ഇത്തരം ഒരു പിന്നെ തട്ടിപ്പിന് മന്ത്രി തന്നെ കൂട്ടു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടല്ലാതെ മറ്റെന്താണ് നമ്മൾ കരുതേണ്ടത്? അതിനെന്ത് ന്യായമാണുള്ളത്? മറ്റെന്തെങ്കിലും കരുതാനുള്ള ന്യായം എന്താണ്? അദ്ദേഹം പറയട്ടെ. ശരി, എന്തായാലും അന്നത്തെ സ്പോർട്സ് മന്ത്രി, നന്ദി ശ്രീ PK ഫിറോസ് MLA ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. അന്നത്തെ സ്പോർട്സ് മന്ത്രിയായിരുന്ന വി അബ്ദുറഹ്മാൻ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ട്. അതല്ലാതെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി അദ്ദേഹം മറഞ്ഞിരിക്കേണ്ട ഒരു സമയമല്ല ഇത്. അദ്ദേഹം മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച് എന്താണ് നടന്നത് എന്ന കാര്യം വ്യക്തമാക്കണം. കാരണം മെസ്സി വരും എന്ന് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയും അതല്ലാതെ മാധ്യമങ്ങളോട് നേരിട്ടും പലതവണ പറഞ്ഞിട്ടുള്ളയാളാണ്, അഭിമാനത്തോടെ പറഞ്ഞിട്ടുള്ളയാളാണ് അന്നത്തെ സ്പോർട്സ് മന്ത്രിയായ വി അബ്ദുറഹ്മാൻ. അദ്ദേഹത്തിൻ്റെ തോൽവിക്ക് ഒരുപക്ഷെ കാരണമായതും അതിലെ ഒരു പ്രധാന ഘടകവും ഇത് തന്നെയായിരിക്കും. മെസ്സി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ച കാര്യം, പ്രത്യേകിച്ച് മലപ്പുറത്തെ ഫുട്ബോൾ ആരാധകരെ പറ്റിച്ചതിൻ്റെ പേരിലായിരിക്കണം അദ്ദേഹത്തിൻ്റെ തോൽവി ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. എന്തായാലും വലിയ ദുരൂഹതയാണ് അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത്. എന്തായാലും ഈ സ്പോൺസർമാർ പണം അടച്ചത് ബാങ്ക് വഴി, പൊതുമേഖലാ ബാങ്ക് വഴിയാണ് എന്നുള്ള കാര്യം മന്ത്രി പറയുന്നുണ്ട് എങ്കിലും ഈ ബാങ്ക് റെക്കോർഡ്സിൻ്റെ ഒരു വിവരവും സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലില്ല എന്നുള്ളതും ഈ അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിൽ കളിക്കാം എന്ന് സമ്മതിക്കുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ ഇടപെട്ട് കേന്ദ്ര അനുമതി വാങ്ങി നൽകി, ഈ പണമിടപാടിന് വേണ്ടി ഉള്ള അനുമതി വാങ്ങി നൽകി എന്നുള്ള കാര്യവും ഉണ്ട്. ചുരുക്കത്തിൽ ഈ പദ്ധതി കൊണ്ട് ആകെ ഉണ്ടായ ഒരു കാര്യം വിദേശ നാണ്യ വിനിമയം നടന്നു എന്നുള്ളതാണ്. അതെന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ദുരൂഹതയാണ് അവിടെ നിലനിൽക്കുന്നത്. ശ്രീ പണിക്കർ, താങ്കൾ എന്താണ് സംശയിക്കുന്നത്? ഇനിയും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം വരേണ്ടതല്ലേ? തീർച്ചയായിട്ടും വിശദീകരണം വരേണ്ടതാണ് എന്നത് മാത്രമല്ല, ആ വിശദീകരണം ഇനി അനിവാര്യവുമാണ്. കാരണം മുമ്പ് നമ്മൾ ഇവരിൽ നിന്നൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഏത് വിൻഡോയിൽ മെസ്സി വരും എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇവർ പറഞ്ഞു ഒക്ടോബർ വിൻഡോയിൽ വരും, മാർച്ച് വിൻഡോയിൽ വരും എന്നൊക്കെ ഇവർ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏത് വിൻഡോയിൽ ഈ അബ്ദുറഹ്മാൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വിശദീകരണം നൽകും, ഏത് വിൻഡോയിൽ ആൻഡ്രോ അഗസ്റ്റിൻ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് വേണ്ടി
വന്ന് അവരുടെ ന്യായം പറയും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇനി നോക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന സത്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ, നമ്മുടെ സർക്കാരിന്റെ പേര് പണയപ്പെടുത്തിയിട്ട് നടക്കാത്ത ഒരു ഇടപാടിന്, നടക്കില്ല എന്ന് പൂർണ്ണമായി ഉറപ്പായിരുന്ന ഒരു ഇടപാടിന് വേണ്ടി അനാവശ്യമായിട്ട് മറ്റേതെങ്കിലും ഒരു മാർഗത്തിലേക്ക് പണം അയച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളതാണ്. അതായത് ഇത് കേവലം ഒരു സ്പോൺസർഷിപ്പ് തട്ടിപ്പ് എന്നതിനപ്പുറത്തേക്ക് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാമ്പത്തിക ക്രമക്കേട് എന്ന നിലയിലേക്ക് ഈ സംഭവത്തിന്റെ രീതി തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട 2 പാർട്ടികളാണുള്ളത് കുറ്റക്കാരായിട്ട്, അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിലുള്ളത്. അതിലൊന്ന് കഴിഞ്ഞ സർക്കാർ തന്നെയാണ്, രണ്ടാമത്തേത് ഇതിന്റെ സ്പോൺസറുമാണ്. ഈ സർക്കാർ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു എൻറ്റിറ്റി അല്ല. അതിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാരുണ്ട്, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരുണ്ട്. നിയമവകുപ്പിനെയും ധനവകുപ്പിനെയും ഒക്കെ എന്തുകൊണ്ടാണ് അവരുടെ ഉപദേശം കൃത്യമായി എടുക്കാഞ്ഞത്, പാലിക്കാഞ്ഞത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനെ ബൈപ്പാസ് ചെയ്യാനുള്ള തീരുമാനം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ആരാണ് എടുത്തത്? സ്പോർട്സ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ട്, സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 126 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് സർക്കാരിന് 1 രൂപ പോലും ചെലവില്ല എന്ന് പറയുകയും, എന്നാൽ സർക്കാരിന്റെ പേരുപയോഗിച്ച്, സർക്കാരിന്റെ ഗുഡ്വിൽ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയും അത് രൂപീകരിക്കപ്പെട്ടിട്ട് ഏതാണ്ട് 20 ദിവസം മാത്രമുള്ള, വെറും 1 ലക്ഷം രൂപയുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ മാത്രമുള്ള ഒരു കമ്പനിയുടെ വാക്കിന്മേൽ അതിനു വേണ്ടിയിട്ട് സർക്കാർ ഈ സ്പോൺസറുടെ താളത്തിനൊത്ത് ഡാൻസ് ചെയ്യാനായിട്ട് അവിടെ നിന്നു എന്നുള്ളത്. അത് മാത്രമല്ല, ഈ സ്പോൺസറെയാണ് നമ്മൾ കേട്ടത്, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി. പക്ഷെ അതല്ലാതെ മറ്റൊരു കമ്പനിയുടെ പേര് കൂടി ഇപ്പോൾ കേൾക്കുകയാണ്. കാരണം ആദ്യം സർക്കാരിലേക്ക് കമ്മ്യൂണിക്കേഷൻ നൽകിയത് വേറൊരു കമ്പനി ആയിരുന്നു എന്നുള്ളതാണ്. ഗോട്ട് എന്നുള്ള, അല്ലെ, ഗോട്ട് ആഡ് എന്നുള്ള കമ്പനി, അല്ലേ? അവർക്ക് കിട്ടിയ അനുമതി തന്നെയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് പിന്നീട് തുടർന്നുകൊണ്ട് പോകുവാൻ കഴിഞ്ഞതും. അതെ, അതായത് അവർക്ക് കിട്ടിയിരിക്കുന്ന അനുമതി എന്ന് പറയുമ്പോൾ തന്നെ ഈ അനുമതിക്ക് വേണ്ടി അവർ അപേക്ഷിക്കുന്നതിന് ഏതാണ്ട് 20 ദിവസം മുമ്പ് മാത്രം രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണത്. ആ സ്ഥാപനത്തിന് 1 ലക്ഷം രൂപയുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 120 കോടിക്ക് മുകളിലുള്ള പണച്ചെലവ് വരുന്ന ഒരു എൻഗേജ്മെന്റുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അവർ സർക്കാരിനെ കൺവിൻസ് ചെയ്തിരിക്കുന്നത്? ഏതൊരു ഏജൻസി ആണെങ്കിലും, ഏതൊരു സ്ഥാപനമാണെങ്കിലും നിശ്ചയമായിട്ടും അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡ്യൂ ഡിലിജൻസ് നടത്തുന്ന സമയത്ത് സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. പക്ഷെ അവിടെ എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടിട്ട് 3 ആഴ്ച മാത്രമായിരിക്കുന്ന, വെറും 1 ലക്ഷം രൂപയുടെ മാത്രം ക്യാപിറ്റലുള്ള ഒരു സ്ഥാപനത്തിനെ, അതായത് യാതൊരു ട്രാക്ക് റെക്കോർഡും ഇല്ലാത്ത ഒരു സ്ഥാപനത്തിന് ഈ 120 കോടി രൂപയ്ക്ക് മുകളിൽ പണച്ചെലവ് വരുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ട്രസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. 2, അവരുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അവരുടെ രേഖകളും മറ്റു കാര്യങ്ങളും പരിശോധിക്കുന്ന സമയത്ത് അവരുടെ അഡ്രസ്സും ഇവഞ്ച്വലി വന്നു ചേർന്നിരിക്കുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ അഡ്രസ്സും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്പോൺസർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ മറ്റേതെങ്കിലും ഒരു ഘട്ടത്തിൽ മറ്റവർക്ക് നിലനിൽപ്പില്ല, അല്ലെങ്കിൽ അവരെ ഇതിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാൻ പറ്റില്ല എന്നൊരു സമയത്ത് അവർ എൻ്റർ ചെയ്തിരിക്കുന്നതാണോ, അതോ ഇവർക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു സ്ഥാപനത്തിനെ ആ രീതിയിലത്തേക്ക് തട്ടിക്കൂട്ടി വെച്ചതാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഡ്യൂ ഡിലിജൻസ് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഇതിൽ കൃത്യമായിട്ടുള്ള ഉപദേശം നൽകേണ്ടത് നിയമവകുപ്പും ധനവകുപ്പുമാണ്. ഇവരെ കൃത്യമായി കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ? ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ വേണമെങ്കിൽ എല്ലാ കാര്യം നടക്കുന്ന സമയത്ത് ഈ രാഷ്ട്രീയക്കാർ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, സംസ്ഥാനത്തിന് നഷ്ടമുണ്ടായിട്ടില്ല, നമ്മുടെ 1 രൂപ പോലും പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ ആവർത്തിക്കാം. പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം സംസ്ഥാനത്തിന്റെ പണം പോയിട്ടുണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിന്റെ ഗുഡ്വിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ കൂടി അവകാശപ്പെട്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ, നമ്മുടെ സർക്കാരിന്റെ പേരിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെട്ട് യോഗം പോലും വിളിച്ചതാണ്. എന്തിനു വേണ്ടിയാണ്? ഈ സ്പോൺസർക്ക് ആ സ്റ്റേഡിയം നൽകുന്നതിന് വേണ്ടി. 17/10/2025 മുഖ്യമന്ത്രി യോഗം വിളിക്കുന്നു. സ്റ്റേഡിയം RBCക്ക്, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് നൽകാൻ തീരുമാനിക്കുന്നു. 5 കോടി ഡെപ്പോസിറ്റിൽ നിന്ന് RBCയെ ഒഴിവാക്കുന്നു, വിനോദ നികുതി ഒഴിവാക്കി നൽകുന്നു. RBCക്ക് സ്റ്റേഡിയം പിന്നീട് കൈമാറുന്നു. നിയമപരമായ നടപടികൾ ഒന്നും ഉറപ്പുവരുത്താതെ, നഷ്ടപരിഹാരത്തെ കുറിച്ച് ഒന്നും രേഖപ്പെടുത്താതെ, ഇൻഷുറൻസ് സംരക്ഷണം ഉറപ്പുവരുത്താതെ സ്റ്റേഡിയം RBCക്ക് കൈമാറാൻ തീരുമാനിക്കുകയായിരുന്നു. എന്തൊക്കെയാണ് നടന്നത് ഇവിടെ? മഞ്ജുഷ്, ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ സ്റ്റേഡിയം കൊടുക്കുന്നത് ഇതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. എന്നാൽ 2 വർഷത്തിലധികമായിട്ട് ഇങ്ങനെ ഒരു മെസ്സി ഇവിടേക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത ഇങ്ങനെ എയറിലാക്കിക്കൊണ്ട് അതിനു വേണ്ടുന്ന ഒരു പല സ്റ്റെപ്പുകളും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കൂടി താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്
ഇതുമായി ബന്ധപ്പെട്ട പണമിടപാടുകളെല്ലാം തന്നെ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സി ഇവിടേക്ക് വരുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്പോൺസർ തന്നെ ഒരു പത്രസമ്മേളനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അതായത് മെസ്സി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മെസ്സിയെ എയർപോർട്ടിൽ നിന്ന് ഈ മത്സര സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് അതിന്റെ ക്രമീകരണം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രസന്റേഷൻ തന്നെ നടത്തി അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ടാക്കി ഒക്കെ ഇവർ കാണിക്കുന്നത് നടക്കുമ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ അതായത് നമ്മുടെ നാട്ടിൽ ഈ രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരും ചോദിക്കാത്തത്? എവിടെയാണ് ഈ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ? അത് സ്പോൺസറുമായിട്ടാണ് നടക്കുന്നത് എന്ന് പറയുകയോ സംസ്ഥാനവുമായിട്ടാണ് നടക്കുന്നത് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരും തരാതരം മാറി പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് എന്താണ് സ്ഥിരീകരണം? ആ സ്ഥിരീകരണം നൽകുന്നത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ആണോ? ഇനി അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഏജൻസിയാണോ? അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ഒരു കാര്യം മഞ്ജുഷ് ഓർത്ത് നോക്കണം. അതായത് ഇത് ഒക്ടോബർ വിൻഡോയിൽ വരും, അതല്ല ഇനി മാർച്ച് വിൻഡോയിൽ വരും എന്നൊക്കെ ഇവർ ഓരോ തവണ പറയുന്ന സമയത്ത് അങ്ങനെ വരും എന്നുള്ള ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഒരു സമയത്തും നമ്മൾ കണ്ടിട്ടില്ല. ഈ മാർച്ച് വിൻഡോയിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഈ കള്ളം പറഞ്ഞിട്ട് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട എന്ത് കമ്മ്യൂണിക്കേഷനാണ് ഇവർ കാണിച്ചിരിക്കുന്നത്? അതായത് മെസ്സി ഞങ്ങളെ ചതിച്ചു, അർജന്റീന ഞങ്ങളെ ചതിച്ചു, ഇനി ഇന്ത്യയിൽ ഒരു സ്ഥലത്തും മെസ്സി വന്ന് കളിക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയിട്ട് വീണ്ടും പറയുന്നത് മാർച്ച് വിൻഡോയിലേക്ക് ഇത് വരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് ആൾക്കാരുടെ മെമ്മറിയിൽ നിന്ന് ഈ ഒരു പ്രതീക്ഷ നൽകി ഇതിനെ ഒന്ന് പിന്നെ അങ്ങോട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. പിന്നെ തെരഞ്ഞെടുപ്പ് വന്നു, അതോടുകൂടി ഇതങ്ങ് വിസ്മൃതിയിലാകുമെന്ന് അവർ കരുതുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. ഞാൻ താങ്കളിലേക്ക് പറയാം. ഇപ്പോൾ CK രാജേഷ് കുമാർ, സ്പോർട്സ് ജേർണലിസ്റ്റ്, അദ്ദേഹം കൂടി ചേരുകയാണ്. CK, താങ്കൾ അന്ന് ചോദിച്ചതാണ് ഈ കരാറിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അതൊന്ന് വെളിപ്പെടുത്താമോ എന്ന്. അന്ന് വെളിപ്പെടുത്താൻ തയ്യാറായില്ല. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, അത് ടെൻഡർ ഒന്നുമില്ലാതെയാണ് RBC, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ ഏൽപ്പിച്ചത്, അവരെ സെലക്ട് ചെയ്തത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ RBCയും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും തമ്മിൽ കരാർ ഒപ്പുവെച്ച് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് 20/12/2024 ഒപ്പുവെച്ചു. 24/12/2024 മാത്രമാണ് ഈ വിവരം സർക്കാർ അറിയുന്നത്, അതായത് സർക്കാരിൻ്റെ അനുമതി കിട്ടുന്നത്. അതായത് അതിനു മുമ്പ് തന്നെ കരാറിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഫയലിൽ മറ്റൊരു ഡ്രാഫ്റ്റ് എഗ്രിമെന്റ് കാണുന്നുണ്ട്. അത് കേരള സർക്കാരും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും തമ്മിലുള്ളതാണ്. ഇത് പ്രകാരം ഒരു സൗഹൃദ മത്സരം മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ പ്രതിഫലം നേരത്തെ 2 മത്സരം പറഞ്ഞപ്പോഴുള്ള അതേ തുക ആണ്. സ്പോൺസർ $9 മില്യൺ നൽകി. ഇനി $6 മില്യൺ കൂടി നൽകാനുണ്ട്. ഈ ഇടപാടിൻ്റെ ബാങ്ക് റെക്കോർഡ്സ് ഒന്നും ഫയലിൽ ഇല്ല എന്നുള്ളതാണ്. താങ്കളുടെ അനുമാനം എന്താണ്? താങ്കൾ അന്ന് ചോദിച്ച കാര്യത്തിന് പ്രസക്തി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. തീർച്ചയായിട്ടും ഇതിപ്പോ ഏറ്റവും വളരെയധികം ചാരിതാർത്ഥ്യത്തോടു കൂടി ഇരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഞാനാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ വിഷയങ്ങൾ ഡയറക്റ്റ് ഈ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് ഉടമയായ ശ്രീ ആൻഡോയുമായിട്ട് നമ്മൾ ഡയറക്റ്റ് സംസാരിച്ചപ്പോൾ, ഇതുപോലെ തന്നെ മഞ്ജുഷ് നയിച്ച ഒരു ചർച്ചയിൽ സംസാരിച്ചപ്പോൾ ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ ഉന്നയിച്ച ഒരു കാര്യം ഇതായിരുന്നു: ഈ കരാറിലെ വ്യവസ്ഥകൾ പുറത്തുവിടാൻ സാധിക്കുമോ? ഇതിനകത്ത് എന്താണ് ഒളിച്ചു വെക്കാനുള്ളത്? പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, അർജന്റീനയെ പോലെ ലോകത്തെ ഏറ്റവും മികച്ച ഒരു ടീം, വേൾഡ് കപ്പ് നേടിയിരിക്കുന്ന ഒരു ടീം കേരളത്തിലേക്ക് വരുമ്പോൾ അത് വരുമോ, എന്ന് വരും, എത്ര രൂപയാണ് അവർക്ക് ഇതുവഴി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്? ഈ പ്രാഥമികമായ കാര്യങ്ങൾ മാത്രം വെളിപ്പെടുത്തൂ എന്നുള്ളതായിരുന്നു നമ്മൾ ഉന്നയിച്ച ഒരു ചോദ്യം. അതിനായിട്ട് അദ്ദേഹം അത് പറയേണ്ട അത് സെക്യൂരിറ്റി റീസൺ കാരണം നമുക്കത് വെളിപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് ന്യായമായിരുന്നു അന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള കുറച്ച് മാധ്യമ പ്രവർത്തകർ ഇതിനെതിരെ കളിക്കുകയാണ്, നിങ്ങൾ മെസ്സിയെ എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ കൊണ്ടുവരുന്നതിൽ അസഹിഷ്ണുതയാണ് നിങ്ങൾക്ക് എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ എത്തുക എന്നുള്ളൊരു രീതിയാണ്. വലിയ ഷോയാണ് അദ്ദേഹം അന്ന് നടത്തിയത്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ ആക്ഷേപിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ കളിയാക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ ഈ ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ പടച്ചുവിടുന്നത് തുടങ്ങിയുള്ള വാദങ്ങളായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത്. പക്ഷേ ഒടുവിൽ മെസ്സി വന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. മെസ്സി പോലും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അർജന്റീന ടീം പോലും അറിയാതെയാണ് ഇത്തരത്തിൽ കളി എന്നാണ് നടക്കുന്നത് എന്നുള്ള പ്രഖ്യാപനം പോലും വന്നത്. മഞ്ജുഷ്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരു ഇന്റർനാഷണൽ മത്സരം ചാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ള പ്രാഥമികമായ വിവരം എന്താണെന്ന് ഈ ഫുട്ബോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ കവർ ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് പ്രാഥമികമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു മത്സരം ചാർട്ട് ചെയ്യുമ്പോൾ ഫിഫയുടെ അനുമതിയോടുകൂടി ഒരു മത്സരം ചാർട്ട് ചെയ്യുമ്പോൾ 2 ഫുട്ബോൾ അസോസിയേഷനുകൾ തമ്മിൽ, ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള ഒരു കരാർ ഇതിൽ പ്രാഥമികമായിട്ടുണ്ട്. 2 പേരുടെ വില്ലിംഗ്നെസ് അറിയിക്കണം. ഇത് എവിടെയാണ് തുടങ്ങുന്നത്? 2022 വേൾഡ് കപ്പ് അർജന്റീന എടുക്കുന്നു. അതിനുശേഷം
കേരളത്തിലെ ആരാധകരെ കുറിച്ചും കേരളത്തിൽ വരുന്ന വലിയ കട്ടൗട്ടുകൾ അർജന്റീന അന്നൊരു എക്സ് അക്കൗണ്ടിൽ അവർ എക്സ് ഹാൻഡിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ കുറിച്ചും ആരാധനയെ കുറിച്ചും ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ട് അവർ ട്വീറ്റ് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് വരുന്ന വാർത്ത അർജന്റീനയ്ക്ക് ഈ ഭാരതത്തിൽ കേരളത്തിൽ ഇന്ത്യയിൽ കളിക്കുന്നതിന് താല്പര്യമുണ്ട്. ആ താല്പര്യം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നിഷേധിക്കുക. അത് നമുക്കതിനെ സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്നതിന് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് താല്പര്യമില്ല എന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു എന്നുള്ളതുമാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം. പിന്നീടാണ് വരുന്നത് ഇത് കേരളം നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അന്നത്തെ കായിക മന്ത്രി മുന്നിട്ടിറങ്ങുകയും ആദ്യം ഒരു സ്പോൺസർ വരുന്നു, അദ്ദേഹം പിന്മാറുന്നു. അതിന് പിന്നാലെയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഇതിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. അതിനുശേഷം നമുക്കറിയാം ഇതൊന്നും ഇടപാടുകളെ കുറിച്ച് ഈ പറയുന്ന ഇപ്പം പുറത്തു വന്നിരിക്കുന്ന മെയിൽ ഇടപാടിനെ കുറിച്ച് നമ്മൾ അന്ന് സംസാരിച്ചതാണ്. ഇതിന്റെ പേയ്മെന്റുമായി ബന്ധം പേയ്മെന്റ് കിട്ടി എന്ന് പറഞ്ഞുള്ള കൺഫർമേഷൻ അന്ന് കായിക മന്ത്രിയുടെ മെയിലിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഇതുപോലത്തെ ചർച്ചയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഡേറ്റിൽ കൃത്യമായ പണം അടയ്ക്കുവാനായിട്ട് സ്പോൺസർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് കരാർ റദ്ദാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മെയിലാണ് അവിടെ നിന്ന് തിരിച്ചയക്കുന്നത്. വീണ്ടും ഇതിനെ ചോദ്യം പൈസ ഇളവ് ചോദിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. വീണ്ടും പൈസ അടച്ചതായിട്ട് നമ്മളോട് വന്ന് സ്പോൺസർ 130 കോടി രൂപയോളം ഇതിനോടകം അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൈമാറി എന്നും പറയുന്നു. ഇതൊന്നും സുതാര്യത ഇല്ലാതെ ഉള്ള ഒരു കൈമാറ്റമായിരുന്നു നമ്മൾ അന്നേ ചൂണ്ടിക്കാണും. ഇപ്പൊ നമുക്ക് വേറെ ഏറ്റവും പ്രധാന റീസെന്റ് ആയി വന്നൊരു സംഭവം കാണാം. അതായത് ബ്രസീലിയൻ ടീം ഭാരതത്തിലേക്ക് വരികയാണ് ഫ്രണ്ടിൽ കളിക്കുന്നതിനായിട്ട്. എന്താണ് ആദ്യം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് ഇന്നതുപോലെ ബ്രസീൽ വരുന്നു, ഇന്ത്യയിൽ ഒരു ഫ്രണ്ട്ലി കളിക്കുന്നു, കൽക്കട്ടയിൽ ഒക്ടോബർ മാസം എന്ന് പറയുന്നു. അത് കൺഫേം ചെയ്തുകൊണ്ട് ബ്രസീലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷനും ഇതേ നിലപാട് അല്ലെങ്കിൽ ഈ ഡിക്ലറേഷൻ ഉണ്ടാകുന്നു. ഇതാണ് ഒരു പ്രോപ്പർ ചാനൽ എന്ന് പറയുന്നത്. നമ്മുടെ തൊട്ട് മുന്നിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ വാർത്ത. പക്ഷേ ഇതെല്ലാം അന്നും ഈ താങ്കളെ പോലുള്ളവർ ചൂണ്ടിക്കാണിച്ചതാണ്. ഫിഫയുടെ നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഏത് രീതിയിലാണ് മത്സരം അലോട്ട് ചെയ്യുന്നത്, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചപ്പോഴും അന്ന് കളിയാക്കുവാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നടന്നത്. അദ്ദേഹത്തിനെല്ലാം അറിയാം, ഈ സ്പോൺസർക്ക് എല്ലാം അറിയാം എന്ന രീതിയിലാണ്. ഒരു വേള സ്പോർട്സ് മന്ത്രി പോലും മാധ്യമങ്ങൾക്കെതിരെ സംസാരിച്ചിരുന്നു. നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്, ഈ കളി ഇവിടെ നിന്ന് മാറ്റുവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞതാണ്. അന്ന് ഈ കാര്യത്തെക്കുറിച്ച് അറിവുള്ള ആളുകളെ കളിയാക്കുന്ന രീതിയാണ് സ്പോൺസറും അവലംബിച്ചത്, അന്നത്തെ കായിക മന്ത്രിയും അവലംബിച്ചത്. എന്നിട്ട് ഇപ്പോൾ കായിക മന്ത്രി മിണ്ടാതിരിക്കുകയാണ്. ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കി, അതിൽ പറയുന്നു അന്നത്തെ സർക്കാരിന് ഒരു ബാധ്യതയും ഇതുമൂലം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. കായിക മന്ത്രി അന്ന് സംസാരിച്ച ഒരു എന്ന് വരും, എപ്പോൾ വരും, എന്നാണ് വരുന്നത് എന്ന ചോദ്യം മുന്നോട്ട് വെച്ചപ്പോൾ നീ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അന്നത്തെ കായിക മന്ത്രി സംസാരിക്കുകയുണ്ടായി. ഇപ്പം നമുക്ക് വേൾഡ് കപ്പ് ലീഗ് നടന്ന സംഭവമായി ഇതിനെ താരതമ്യം ചെയ്യാം. അതായത് വേൾഡ് കപ്പിൽ സ്പെയിൻ കിരീടം നേടുന്നു, അതിനുശേഷം നമ്മൾ അർജന്റീന ടീം ഈ കപ്പ് ശരി, സാങ്കേതികമായ പ്രശ്നമുണ്ട്. ശ്രീജിത്ത് പണിക്കർ, ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ ഈ സ്പോൺസർമാർ പറയാൻ പോകുന്ന 126 കോടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ചെയ്തത്, എന്നിട്ടും ഞങ്ങളെ കുറ്റക്കാരാക്കി മാറ്റുകയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് എന്നാണ്. അത് പറഞ്ഞ് കൈ കഴുകാൻ കഴിയുമോ? വിദേശ നാണ്യ വിനിമയം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അത് ഏത് കാര്യത്തിനാണ്? അത് കള്ളപ്പണ ഇടപാടാണോ എന്ന് സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. കാരണം അവർക്ക് പറയാവുന്ന പലതരത്തിലുള്ള എക്സ്ക്യൂസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ ഇടനിലക്കാർ വഴിയാണ് പണം അയച്ചിരിക്കുന്നത്, അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നേരിട്ടല്ല. അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ഉണ്ട്, അവർക്കാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിലൊക്കെ ഇവർക്ക് പറയാം. പക്ഷേ ആർക്കെങ്കിലും ഈ പണം കൊടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇല്ലാത്തിടത്തോളം അത് ആർക്കാണ് കൊടുത്തിരിക്കുന്നത്, എന്ത് കാര്യത്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കും. ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു മാധ്യമ സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇതിൽ സ്വാഭാവികമാണ് എന്ന് മറ്റാരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർക്ക് അവരുടെ ഇന്റലിജൻസ് കൊണ്ട് തന്നെ അറിയേണ്ടതാണ്. അപ്പോൾ ഇടനിലക്കാർ വഴിയാണെങ്കിലും നേരിട്ടാണെങ്കിലും 126 കോടി രൂപയുടെ ഒരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക രേഖ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. കാരണം ഇവരുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഗുഡ്വിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പണം ട്രാൻസാക്ട് ചെയ്യുന്നത്. അത് RBI ചട്ടങ്ങൾ പ്രകാരമാണ് നടത്തുന്നത് എന്ന് അവർ തന്നെ അന്ന് തന്നെ പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് കേന്ദ്ര സർക്കാരിന് നമ്മുടെ വകുപ്പൊക്കെ തന്നെ കത്തയക്കുന്നുണ്ട്. അങ്ങനെ കേന്ദ്ര സർക്കാരിന് നമ്മുടെ കായിക വകുപ്പിൽ നിന്ന് കത്തയക്കുന്ന സമയത്ത് പോലും ഇതിന്റെ കാര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് നേരാവണ്ണം സർക്കാരിന് തന്നെ അറിയുകയില്ല.
അപ്പൊ എന്നിട്ട് ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പത്രസമ്മേളനങ്ങൾ ആവർത്തിക്കുന്നു, മെസ്സി വരുമെന്ന് പറയുന്നു, മെസ്സി വരില്ല എന്നുള്ളത് നുണപ്രചരണങ്ങളാണത്, മറ്റ് നിക്ഷിപ്ത താല്പര്യക്കാരാണ് പറയുന്നത് എന്നൊക്കെ ഈ സ്പോൺസർ എങ്ങനെയാണോ പറയുന്നത്, സ്പോൺസർ കീ കൊടുത്ത പാവയെ പോലെയാണ് നമ്മുടെ അന്നത്തെ കായിക മന്ത്രി നമ്മളോടൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെ പറയുന്ന സമയത്തും ഈ ചട്ടങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ, ഇതിൽ എന്തൊക്കെ രേഖകളാണുള്ളത്, എത്ര പണമാണുള്ളത്, ആർക്കാണ് കൊടുത്തത്, കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആധികാരികമായി ഡയലോഗുകൾ അടിക്കുന്ന മന്ത്രിക്ക് പോലും ഇതിനെക്കുറിച്ച് ഒരു കാര്യവും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എങ്കിൽ അത് ആർക്കാണ് പോയിരിക്കുന്നത്, അതിൽ വിദേശനാണ്യം വിനിമയ ചട്ടവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ലംഘനം ഉണ്ടായിട്ടുണ്ടോ, ഈ കാര്യം അറിയണ്ടേ. ഇവഞ്ച്വലി ഇവർ പറഞ്ഞിരുന്നത് എന്താണ്, ഞങ്ങൾ പണമടച്ചു, ഇത്ര പണം അടച്ചിട്ടുണ്ട്, അത് മെസ്സി ഇവിടെ വരുന്നതിന് വേണ്ടിയിട്ടാണ്, പക്ഷേ മെസ്സി വരുന്നില്ല, പണം അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മെസ്സിക്കെതിരെ കേസ് കൊടുക്കും, അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് ഏതെങ്കിലും ഇടനിലക്കാരുമായി ബന്ധപ്പെട്ട് അവരെ കേസിൽ കൊടുക്കും എന്നൊന്നും അല്ല പറഞ്ഞിരുന്നത്. ഇവർ പറഞ്ഞിരുന്നത് എന്താ, ഈ സ്പോൺസർ നടത്തിയിരുന്ന പത്രസമ്മേളനത്തെ പറഞ്ഞത് ആര് ചതിച്ചു എന്നാ, മെസ്സിയും അർജന്റീനയും ചതിച്ചു എന്നല്ലേ പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിനർത്ഥം ഇവർ നേരിട്ട് പണം കൊടുത്തിരിക്കണമല്ലോ. അതല്ല എങ്കിൽ ഒരു ഇടനിലക്കാരനുമായിട്ട് വഴിയാണ് കൊടുത്തിരുന്നതെങ്കിൽ ഇടനിലക്കാരൻ ഈ പണം കൊടുത്തിട്ടുണ്ടോ കറക്റ്റ് സമയത്ത് എന്നതുമായി ബന്ധപ്പെട്ട് അവരെയല്ലേ സംശയിക്കേണ്ടത്. അപ്പൊ ഈ സ്പോൺസർ ആണെങ്കിലും നമ്മുടെ സർക്കാരാണെങ്കിലും ഇതുവരെ നൽകിയിരിക്കുന്ന ഇംപ്രഷൻ നേരിട്ട് പണം അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷന് കൊടുത്തിട്ടുണ്ട് എന്നും അവർ നമ്മളെ വഞ്ചിച്ചു എന്നുമൊക്കെയാണ്. എന്നിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കും, അങ്ങനെയാണ് മൂക്കിക്കേറ്റും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് നാളിതുവരെ ഇത്രയും നാൾ കഴിഞ്ഞതിന് ശേഷം പല മാസങ്ങൾ കഴിഞ്ഞു പോയല്ലോ, എന്ത് തരത്തിലുള്ള നടപടിയാണ് ഇവർ സ്വീകരിച്ചത് എന്നതിനെക്കുറിച്ച് അറിയുക എന്നുള്ളത് പൊതുതാൽപര്യമാണ്. അത് പൊതുതാൽപര്യമെന്ന് ഞാൻ പറയുന്നത് ഏതെങ്കിലും സ്പോൺസറുടെ പണമാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നൊക്കെ ഇവരെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ പോലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടൽ അവിടെ ഇല്ല എങ്കിൽ ഇത് സാധ്യമല്ല എന്ന കണക്കിൽ സംസ്ഥാന സർക്കാരിന്റെ പേര്, ഗുഡ്വിൽ അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിനിടയിൽ മാഡ്രിഡ് സന്ദർശിക്കുകയുണ്ടായല്ലോ അന്നത്തെ കായിക മന്ത്രി, അതും ദുരൂഹമാണ് എന്ന് ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ഇതിലെ മഞ്ജുഷ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നമ്മുടെ കായിക മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് മാഡ്രിഡ് സന്ദർശിക്കാനായിട്ട് പോകുന്ന സമയത്ത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോകുന്നത്, അദ്ദേഹം സ്പെയിനിൽ പോകുന്നത് എന്തിനാണ്, എന്താണ് അതിന്റെ പർപ്പസ്, ആരെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്, അവരോട് എന്ത് കാര്യം സംസാരിക്കുന്നതിനാണ്, എന്ത് ഉറപ്പ് വാങ്ങുന്നതിനാണ്, ആരാണ് ക്ഷണിച്ചത്. കാരണം ഇതിന്റെ ചെലവെന്തായാലും എടുത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരായിരിക്കുമല്ലോ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരും ചേർന്നിട്ടൊരു എൻറ്റോറേജ് ആയിരിക്കും പോകുന്നത്. അപ്പൊ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നും തന്നെ നമുക്കൊരു ക്ലാരിറ്റിയും ഇല്ല. ആരെ കണ്ടു, എന്തിനു കണ്ടു, എങ്ങനെയാണ്, ഒന്നും അറിയില്ല. എന്നിട്ട് പിന്നീട് ഇതേപോലെ മറ്റൊരു മീറ്റിംഗ്, ഈ അഭ്യൂഹങ്ങളൊക്കെ അദ്ദേഹം വരില്ല എന്ന രീതിയിലത്തേക്കുള്ള അഭ്യൂഹങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി അവിടെ പോയി മറ്റാരെയൊക്കെയോ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ കൂടി എവിടെയോ ഇരുന്ന് ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് സംസാരിക്കുന്നതിന്റെ ഒരു ചിത്രമൊക്കെ പിന്നീട് അവർ തന്നെ കൊടുത്തിട്ട് ആൾക്കാരിൽ വീണ്ടും, അതായത് ഞങ്ങളെല്ലാം പറഞ്ഞ് സോർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും മെസ്സി ഇവിടെ വരും എന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടി, ആൾക്കാരെ വിശ്വസിപ്പിക്കുന്നതിന്, തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരൊക്കെ തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സർക്കാരിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു അക്കൗണ്ടബിലിറ്റി അവിടെ സർക്കാരിന് കൂടി ഉണ്ട് എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ആ പഴയ സർക്കാർ പൂർണ്ണമായിട്ട് മറന്നു എന്നത് മാത്രമല്ല, ആ താളത്തിന് തുള്ളുന്നതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ ശ്രമിച്ചത് കൊണ്ടാണ് നേരത്തെ മഞ്ജുഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാധാരണ ഗതിയിൽ എങ്ങനെയാണോ ഒരു സ്റ്റേഡിയം ഒരാളിന് അത് മെയിൻ്റനൻസിനായിക്കോട്ടെ മറ്റെന്ത് പരിപാടിക്കായിട്ടും അതിനെ കൈമാറുന്നത്, അതിനെ എല്ലാം തന്നെ ലംഘിച്ച് സ്പെഷ്യൽ അപ്രൂവൽ കൊടുത്ത് എല്ലാ കാര്യത്തിനും ഇദ്ദേഹത്തിനെ എക്സംപ്റ്റ് ചെയ്തുകൊണ്ട് ആ സ്റ്റേഡിയം പോലും കൊടുത്തത് എന്ത് ഉത്തരവാദിത്തമാണ്. അതിൽ ചെയ്യാൻ ആരംഭിച്ച പണി പൂർത്തിയാക്കിയോ, എന്തൊക്കെയോ കാര്യങ്ങൾ എവിടെയൊക്കെയോ വരെ ചെയ്തതിന് ശേഷം പിന്നീട് വരില്ല എന്നൊരു പക്ഷെ ഉറപ്പായതുകൊണ്ട് ആ രീതിയിൽ അങ്ങ് പോയി. ഇവിടെ വന്നിട്ട് നെടുങ്കൻ ഡയലോഗ് മാത്രമാണ്, ഓസ്ട്രേലിയയുടെ ടീം വരും, മറ്റേ ടീം വരും, മറിച്ച ടീം വരും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഡയലോഗുകൾ അടിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ ഏതെങ്കിലും ടീമിനെ കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യം പറയണ്ടേ. നമുക്ക് എല്ലാവർക്കും അന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ മാർച്ച് വിൻഡോ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തട്ടിപ്പാണ് എന്ന്. ആദ്യ സമയം മുതൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയാറുണ്ട്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാറുണ്ട്, ഇവരെ ട്രോൾ ചെയ്യാറുണ്ട്. കാരണം ലോകകപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്ന ഒരു സമയത്ത് ഇന്ത്യ പോലെയുള്ള ഒരു കായിക ഫുട്ബോൾ ഭൂപടത്തിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം ഇല്ലാത്ത ഒരു സ്ഥലത്ത് വന്നിട്ട് അവരുടെ പ്രൈം പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് ഒരു എക്സിബിഷൻ മാച്ച് കളിപ്പിച്ചിട്ട് അവരുടെ ഹെൽത്ത് റിസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ചുറി ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കാനായിട്ട് ഏത് ഇന്റർനാഷണൽ ടീമാണ് ശ്രമിക്കുക? അതും ലോകകപ്പ് ഡിഫെൻഡ് ചെയ്യാൻ പോകുന്ന അർജന്റീന, അവരുടെ ഏറ്റവും സ്റ്റാർ പ്ലെയർ ആയിട്ടുള്ള മെസ്സി അടക്കമുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ആ രീതിയിലത്തേക്ക് പ്രദർശനമൊക്കെ ലോകകപ്പിന് ഏതാണ്ട് 1-2 മാസം മുമ്പ് ചെയ്യും എന്ന രീതിയിലത്തേക്ക്. താങ്കൾ ഓർക്കുന്നുണ്ടാവും, നമ്മുടെയൊക്കെ ചർച്ചകളിൽ നമ്മൾ ഇതേ കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷെ അത് നമുക്കാർക്കും വിവരമില്ല എന്ന രീതിയിലാണ് വാർത്താ സമ്മേളനം നടത്തി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ പ്രതിനിധി ആന്റോ അഗസ്റ്റിനാണ് അന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. അദ്ദേഹം ഇതെല്ലാം തള്ളി പറയുന്ന ഈ രീതിയിലായിരുന്നു.
അദ്ദേഹത്തെ അർജന്റീന മഞ്ജുഷ, ടീമും ആൻഡോ എന്തും ലയണൽ പറയട്ടെ. മെസ്സിയും അദ്ദേഹത്തിന് കൈവെള്ളയിലാണ് എന്ന രീതിയിലായിരുന്നു പ്രതികരണം വന്നുകൊണ്ടിരുന്നത്. അതെ, മഞ്ജുഷ്, ഞാൻ പറഞ്ഞത് ആൻഡോ എന്തും പറയട്ടെ, പക്ഷെ അപ്പോഴും ഉത്തരവാദിത്വം ആരുടേതാണ്? സർക്കാരിൻ്റെതാണ്. മന്ത്രി അബ്ദുറഹ്മാൻ എന്തൊരു പുച്ഛമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. പണ്ട് ഇവിടെ പണമുള്ള ആൾക്കാർ മാത്രം ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടിയിട്ട് സ്റ്റേഡിയത്തിലേക്ക് വന്നാൽ മതി എന്ന് പറയുമ്പോൾ തന്നെ ഈ സ്പോർട്സ് മന്ത്രി സ്പോർട്സിനെ എത്രത്തോളം ജനകീയമാക്കാൻ താല്പര്യമുള്ള ആളാണ് എന്ന രീതിയിൽ നമ്മളെല്ലാവരും തന്നെ കാണുകയും അദ്ദേഹത്തിനെ വിമർശിക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ ആ ഒരു വ്യക്തി പിന്നീട് ഇതെന്തോ തൻ്റെ വലിയ ഭരണ നേട്ടമാണ് എന്ന കണക്കിൽ ഇതിൽ യാതൊരു വിധത്തിലുള്ള ഇന്റലിജൻസും ഇന്നത്തെ കായിക മന്ത്രി പറഞ്ഞിരിക്കുന്നത് പോലെ ഏതെങ്കിലും സ്റ്റാർ പ്ലെയറെ കൊണ്ടുവരിക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ കളി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഇവിടെ നല്ല പ്ലെയേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു കാര്യത്തിന് പണം ചെലവഴിക്കുന്നതിന് പകരം ഇവരുടെ ഫോക്കസ് മുഴുവനും നൂറുകണക്കിന് കോടി ഏതെങ്കിലും ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് ആരെയെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാനും മലപ്പുറത്ത് നിന്നുള്ള ആളാണല്ലോ, അപ്പോൾ പിന്നെ അവിടെ ക്രിക്കറ്റ് ഈ ഫുട്ബോളിന് വലിയ ഫോളോവിങ് ഉള്ളത് കൊണ്ട് ഞാനങ്ങ് ജയിച്ചു പോകുമെന്നൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ഈ രാഷ്ട്രീയമായിട്ട് ഇതിനെ കണ്ടത്. ആ രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത ഇവിടുത്തെ യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഇലക്ഷന്റെ ഒരു മെയിൻ ക്യാമ്പയിൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് ഈ LDF സർക്കാരും ശ്രമിച്ചിട്ടുണ്ട്. അവരെ അത്ര രീതിയിലത്തേക്ക് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് വീട്ടിലിരിക്കേണ്ടി വന്നിട്ടുണ്ട്. വി അബ്ദുറഹ്മാന് വീട്ടിലിരിക്കേണ്ടി വന്നു. അദ്ദേഹത്തെ വലിയ മാർജിനിൽ തന്നെ അവിടുത്തുകാർ തോൽപ്പിക്കുകയും ചെയ്തു. മലപ്പുറത്തെ അവഹേളിക്കുന്നതിന് തുല്യമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ. ശ്രീ രാജേഷ് കുമാർ, താങ്കൾ എന്താണ് യഥാർത്ഥത്തിൽ ഇതിൽ സംശയിക്കുന്നത്? ഇത് ഈ സ്പോൺസറിന്റെ വിക്രിയാണോ ഇതിൽ പ്രതിഫലിച്ചിരിക്കുന്നത്? ഇപ്പൊ ശ്രീതോടെ ചൂണ്ടിക്കാണിച്ച പോലെ സ്പോൺസർ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം മാത്രമാണ്. സർക്കാരിന്റെ ഇൻവോൾവ്മെന്റ് വന്നതോടുകൂടിയാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായി മാറിയത്. നമുക്കറിയാം, മെസ്സി വരും കേട്ടോ എന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന്റെ അന്ന് കോഴിക്കോട് നഗരത്തിൽ അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലുള്ള വിവിധ ഭാഗങ്ങളിൽ 10 വയസ്സുള്ള കുട്ടികൾ മുതൽ 90 വയസ്സുള്ള മുതിർന്ന പൗരന്മാർ വരെ ലഡു വിതരണം ചെയ്ത് ആഘോഷിക്കുന്നത് നാം കണ്ടു. അതായത് ഫുട്ബോളിനോടുള്ള കേരളത്തിന്റെ ഒരു വികാരത്തെ എത്രത്തോളം ചൂഷണം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഉദാഹരണമായിരുന്നു. അവരുടെ അത്രത്തോളം വളരെ നിഷ്കളങ്കമായ ആരാധനയെ പോലും ചൂഷണം ചെയ്തുകൊണ്ട് സർക്കാർ സ്പോൺസറെ കൂട്ടി നടത്തിയ തട്ടിപ്പായിട്ട് തന്നെ വേണം നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കുന്നതിനായിട്ട്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഇതുവഴി സ്പോൺസർക്ക് വലിയ കാര്യമായ ലാഭമൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് നഷ്ടം മാത്രമേ ഉണ്ടായുള്ളൂ. ഈ മെസ്സി വരുമെന്ന് പറയുന്ന വാർത്തകൾ മുതൽ ഇവരുടെ ചാനലിൽ സംപ്രേഷണം ചെയ്ത കാര്യങ്ങൾ ഓരോ സെഗ്മെന്റുകളായിട്ട് ഇവർ എത്ര പ്രോഗ്രാമുകൾ ചെയ്തു. ഈ പ്രോഗ്രാമുകളിലൂടെയൊക്കെ കിട്ടുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിക്കോട്ടെ, അല്ലെങ്കിൽ സാറ്റലൈറ്റിൽ കിട്ടുന്ന വരുമാനം, ഇത്തരത്തിലുള്ള വരുമാനം എത്രയോ വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു വീഡിയോ ചെയ്തതിനെ കുറിച്ചുള്ള പരാമർശിക്കുന്നുണ്ട്. മെസ്സി അല്ലെങ്കിൽ അർജന്റീന ടീം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകേണ്ട ക്രമീകരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്ത് നാട്ടുകാർക്ക് മുഴുവൻ അത് എത്രയോ ലക്ഷങ്ങളാണ് അത് കണ്ടത്. അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ. അപ്പോഴൊക്കെ ഇതുവഴി വരുമാനമല്ലേ ആ സ്പോൺസറൊക്കെ ലഭിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഏതെല്ലാം രീതിയിൽ ഒരു പബ്ലിക്കിനെ പറ്റിക്കാം എന്നുള്ളതിന്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമായി ഈ പറയുന്ന അർജന്റീനയുടെ വരവ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഈ കായിക വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു ടെൻഡറുകൾ ഇല്ലാതെ പല കാര്യങ്ങളും കൊടുക്കുന്നത് നാം കണ്ടു. പാച്ചൂസ് കിച്ചനെ കുറിച്ച് നമ്മൾ കേട്ടു. അതായത് GV രാജ സ്പോർട്സ് സ്കൂളുകളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ഇലക്ഷൻ ഏജന്റ് ആയിട്ടുള്ള ഫിറോസ് എന്ന് പറയുന്ന ഒരാൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള അനുമതി കൊടുക്കുന്നു. നേരത്തെ കൊടുക്കുന്നതിൽ തുക കൂട്ടി വേറൊരാൾക്ക് കൊടുക്കുന്നു, ഇദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരാൾക്ക്. അത് ടെൻഡർ പോലും വിളിച്ചിട്ടില്ല, അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ പുറത്തു പോകും, ഒരാൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് ഈ കരാർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് കരാർ നൽകുന്ന മറ്റൊരു തരത്തിലുള്ള ടെൻഡറും വിളിക്കാതെയാണെന്നുള്ള വിവരങ്ങൾ അന്ന് തന്നെ പുറത്തു വന്നു. നമുക്ക് മനസ്സിലാകും ഇതിനകത്ത് അടിമുടി ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അതിന്റെ നീക്കുപോക്കുകൾ ഏതൊക്കെ തരത്തിലാണ് കൃത്യമായ ഒരു അന്വേഷണമാണ്. ഇവിടെ പറഞ്ഞാൽ FCR വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം, അതിന് കേന്ദ്ര ഏജൻസിയുടെ സഹായം ആവശ്യമാണ്. അപ്പൊ അത് ഒരു സമഗ്രമായ അന്വേഷണം ഈ കായിക വകുപ്പിന്റെ ഇടപെടലും അതുപോലെ തന്നെ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു അന്വേഷണം വരുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആണല്ലോ ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്, N പ്രശാന്ത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏത് തരം അന്വേഷണമാണ് വരേണ്ടത് യഥാർത്ഥത്തിൽ? പക്ഷെ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ ഒരു അന്വേഷണം? തീർച്ചയായിട്ടും ഒരു അന്വേഷണം ഉണ്ടാകുന്നതിന് മുൻപ് കായിക മന്ത്രിയുടെ വാക്കുകൾ തന്നെ നമ്മൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു അന്വേഷണം ഉണ്ടാകും. അത് ഒരു വിജിലൻസ് അന്വേഷണത്തിൽ മാത്രം ഒതുക്കാതെ മറ്റുള്ള ഏജൻസികളെ കൂടി ഈ അന്വേഷണത്തിൽ വരേണ്ടതാണ്. അതിലൂടെ മാത്രമേ സത്യം വെളിച്ചത്ത് വരൂ എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിടും. മുഖ്യമന്ത്രിക്കാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. കായിക വകുപ്പിന് സമർപ്പിച്ചെങ്കിൽ മുഖ്യമന്ത്രിയിലേക്ക് ഈ റിപ്പോർട്ട് ചെല്ലുന്നു. മുഖ്യമന്ത്രി ഒരു
സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. കേന്ദ്ര ഏജൻസിയെ കുറിച്ച് ഇതിനകത്ത് അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിനകത്ത് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒരു വിദേശ ടീം ഇന്ത്യയിലേക്ക് കളിക്കാൻ വരുമ്പോൾ നമുക്കറിയാം വിസയ നടപടിക്രമങ്ങൾ പോലും പൂർത്തിയാക്കിയെന്ന് ഈ സ്പോൺസർ എന്ന് പറയുകയുണ്ടായി. ഇപ്പം അതുമായി ബന്ധപ്പെട്ട ക്ലിയറൻസ് എങ്ങനെയാണ് ഹോം ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റിസർവ് ബാങ്ക് ഈ പണം കൈമാറുന്നതിനുള്ള അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ അമേരിക്കൻ ഏജൻസിയുടെ പങ്കെന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അന്വേഷണം വിധേയമാക്കേണ്ടതുണ്ട്. അതിനായിട്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീജിത്ത് പണിക്കർ, ഇതിനകത്തൊരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുവാനുള്ള സാധ്യതയുമുണ്ട് കേട്ടോ. ഇതിപ്പോൾ സർക്കാർ മാറി വന്നപ്പോൾ രാഷ്ട്രീയമായി വേട്ടയാടുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് വി അബ്ദുറഹ്മാൻ ചെറുത്തുനിൽപ്പ് നടത്താം. അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പിൽ അതിന്റെ ഒരു സൂചനയും വന്നിട്ടുണ്ട്. അത് പക്ഷേ സാങ്കേതികമായി നിലനിൽക്കുമെന്ന് പോലും, അതായത് സാങ്കേതികമായി പോലും അത് നിലനിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന്റെ കാരണം ഇത് പുതുതായിട്ടുണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് അല്ല. മെസ്സി വരുമെന്ന് നിഷ്കളങ്കരായിട്ടുള്ള കുറേയധികം ആൾക്കാർ ചിന്തിച്ചിരുന്നുവെങ്കിലും മെസ്സി വരില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് കൂടുതലും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ സർക്കാരിനോടുള്ള വിശ്വാസത്തിന്റെ പുറത്തല്ല, മറിച്ച് ഇവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ ഒരു വിശ്വാസ്യതയില്ല എന്നതുകൊണ്ട്. കാരണം അർജന്റീന ടീമുമായി ബന്ധപ്പെട്ട് അവരുടെ മാച്ച് ഷെഡ്യൂൾ എങ്ങനെയാണ്, അവർ എത്രത്തോളം ഫ്രണ്ട്ലി ഇവിടെ കളിക്കുന്നുണ്ട്, ഏതൊക്കെ മത്സരങ്ങളാണ് അവർക്ക് ഓരോ വിൻഡോയിൽ അവർ ഓപ്പൺ ചെയ്യുന്നത്, അത് എവിടെയാണ് കളിക്കുക, അതിൽ അവരുടെ ട്രാവല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് പ്രത്യേകിച്ച് വേൾഡ് കപ്പ് വളരെ ഇമ്മിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ കളിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാവുക, അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ രണ്ട് ഭാഗത്തു നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ ഏതോ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഏതൊരു സ്പോർട്സ് ജേർണലിസ്റ്റ് എന്തോ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു ഇൻഫർമേഷൻ അവരുടെ ഭാഗത്തു നിന്ന് ടെമ്പററിലി വന്നു എന്നതിനപ്പുറത്തേക്ക് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ലക്ഷണവും അന്നുണ്ടായിരുന്നില്ല. ഇവർ പറയുന്നത് പോലെ ഒരു വിദേശത്ത് നിന്ന് ഏതെങ്കിലും ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട് അവരെ ഇവിടെ കൊണ്ടുവരും. ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞത് ലോകകപ്പ് കളിക്കുന്ന ടീമുകളാണ്. അങ്ങനെയുള്ള ടീമുകളെ ഇവിടെ കൊണ്ടുവരാൻ അവരുമായിട്ടൊരു കളി ആ സമയത്ത് നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവരിവിടെ പ്ലാൻ ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഏത് ഒപ്പോണന്റുമായിട്ടാണ് കളിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള സ്ഥിരീകരണവും അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗത്ത്, ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവർ വേണമെങ്കിൽ ഇത് പറയാൻ പറ്റുന്നത്, അബ്ദുറഹ്മാൻ പറയുന്നത് ഇത് സ്പോൺസർ കൊണ്ടുവന്നിരുന്ന ഡീലാണ്, സർക്കാരിന്റെ പണം ചെലവായിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അവിടെ സർക്കാരിന്റെ പണം ചെലവായിട്ടില്ല എന്നതിനപ്പുറത്തേക്ക് കേരളം എന്നുള്ള സംസ്ഥാനത്തിന്റെ പേര്, നമ്മുടെ സർക്കാരിന്റെ സ്വാധീനം, അതിനെ പൂർണ്ണമായിട്ട് ദുരുപയോഗിച്ചു, നമ്മുടെ സർക്കാരിന്റെ വിശ്വാസ്യത പണയം വെച്ചു എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് മന്ത്രിക്ക് പിന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. കാരണം അത് അദ്ദേഹം പലതവണ ആവർത്തിച്ചു പറഞ്ഞതാണ്. തന്നെയുമല്ല, ഒരു മന്ത്രി എങ്ങനെയാണോ ഒരു പബ്ലിക് കോണ്ടാക്ട് നടത്താതിരിക്കേണ്ടത്, അതായത് എങ്ങനെയാണ് ഒരാളിന്റെ താല്പര്യത്തിനനുസരിച്ച് താളത്തിന് തുള്ളുന്നത്, അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. മറിച്ച് അദ്ദേഹത്തിന്റെ നാക്കിൽ നിന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന എല്ലാ പരാമർശങ്ങളും മറ്റാരോ ഫീഡ് ചെയ്തതിന് കണക്കായിരുന്നു. കാരണം സർക്കാരിന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖകളുമില്ല. സർക്കാർ ആരുമായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റ എക്സ്ചേഞ്ച് നടത്തിയിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരീകരണവുമില്ല. സ്പോൺസർ വഴി എന്തൊക്കെയോ കാര്യങ്ങൾ അറിയുന്നു, അതിനനുസരിച്ച് പറയുന്നു. സ്പോൺസർ കേസ് കൊടുക്കുമെന്ന് പറയുന്ന സമയത്ത് മന്ത്രിയും കേസ് കൊടുക്കുമെന്ന് പറയുന്നു. വരില്ല എന്ന് സ്പോൺസർ പറയുമ്പോൾ ഇദ്ദേഹവും പറയുന്നു, വരുമെന്ന് അവർ പറയുമ്പോൾ ഇദ്ദേഹവും പറയുന്നു. അപ്പോൾ വെറുതെ ഈ സ്പോൺസർ പറയുന്ന കാര്യങ്ങളെ പാരറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിന്റെ കായിക മന്ത്രി ആ നിലയിലേക്ക് താണു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ മെസ്സി വരിക എന്ന രീതിയിലത്തേക്ക് ഒരു വലിയ സ്പെക്ടക്കിൾ ക്രിയേറ്റ് ചെയ്തതിനു വേണ്ടി, അതിന്റെ പൊളിറ്റിക്കൽ ഒപ്റ്റിക്സിലെ ഏതെങ്കിലും രീതിയിലത്തേക്ക് ഒരു ബെനിഫിഷ്യറി ആകുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന്റെ താല്പര്യത്തിനെ മറികടന്നുകൊണ്ട് ഈ കാര്യങ്ങളിലെ ഡ്യൂ ഡിലിജൻസിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട്, അതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം. ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ എൻഗേജ്മെന്റ് ആണ്, ഇത് ആർക്കാണ് കൊടുക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിയമവകുപ്പിന്റെയോ ധനവകുപ്പിന്റെയോ ഒരു എൻക്വയറി വേണ്ടേ? സംസ്ഥാനത്തിന്റെ പണം പോകുന്നില്ല എന്ന് കരുതി ലീഗൽ വകുപ്പ്, എന്താണ് നമ്മുടെ നിയമവകുപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്? സർക്കാരിന്റെ, ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് മെസ്സി വരുമെന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായതിനു ശേഷം മാത്രമേ ഇതിലൊരു കാര്യം നടക്കാവൂ. ഈ സ്റ്റേഡിയം ഈ സ്പോൺസർക്ക് വിട്ടുകൊടുക്കുക. ഇപ്പോൾ മെസ്സി വരുമെന്ന കാര്യത്തിൽ പൂർണ്ണമായ സ്ഥിരീകരണം ഉണ്ടെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം വെയ്വ് ചെയ്തുകൊണ്ട് ആ സ്റ്റേഡിയം പെട്ടെന്ന് നവീകരിക്കുന്നതിന് വേണ്ടി സ്പോൺസർക്ക് വിട്ടുകൊടുക്കുന്നതിൽ ഒരു പ്രശ്നവും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം സർക്കാർ അവിടെയാണ് ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഇതാണോ? മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം കൂടിയിട്ട് യാതൊരു വിധത്തിലുള്ള ധാരണയോ പണമടച്ചതിന്റെ രേഖകളോ ഒന്നും അവിടെ ഇല്ലാതെ ഇയാൾ വരുമോ ഇല്ലയോ ഇതിനെപ്പറ്റി ഒരു ധാരണയും ഇല്ലാതെ ആ സ്പോൺസർ വരൂ, എന്ത് വേണമെങ്കിലും ചെയ്യൂ, സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയിട്ടില്ല, അങ്ങനെയുള്ള വാർത്തകൾ തെറ്റാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വി അബ്ദുറഹ്മാൻ കൈയൊഴിയുന്നത്. അങ്ങനെ സ്പോൺസർക്ക് കൈമാറിയെന്ന് ആരും പറയുന്നില്ല. സ്പോൺസർ അതിന്റെ മെയിൻ്റെനൻസ് നടത്തി എന്നുള്ള കാര്യമാണ്, അല്ലേ മഞ്ജുഷ്? ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതിന് ലെജിറ്റിമസി നൽകാനായിട്ട് സംസ്ഥാന സർക്കാർ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിന്റെ ഒരു ഭാഗം, അതായത് മെസ്സി വരുമോ ഇല്ലയോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഭാഗമാണ്.
അവിടെ സർക്കാർ ഏതെങ്കിലും രീതിയിൽ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു വാദത്തിന് പോലും വേണമെങ്കിൽ ഒരു പരിധി വരെ പ്രസക്തിയുണ്ട് എന്ന് പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സ്റ്റേഡിയം നവീകരിക്കുന്നതിന് വേണ്ടി അതിന്റെ എല്ലാ കണ്ടീഷനും വെയ്വ് ഓഫ് ചെയ്തുകൊണ്ട് ഈ സ്പോൺസർക്ക് കൊടുക്കാമെന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം തീരുമാനിക്കുന്ന സമയത്ത് ഇവർ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഈ സ്പോൺസറുടെ വാദത്തിന് ലെജിറ്റിമസിയാണ്. സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്റ്റാമ്പാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ആ സമയത്ത് മെസ്സി വരുമെന്ന് ഒരു ഉറപ്പുമില്ലായിരുന്നു, അർജന്റീന ടീം വരുമെന്ന് ഒരു ഉറപ്പുമില്ലായിരുന്നു. ആ സമയത്താണ് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് സ്റ്റേഡിയം നവീകരണത്തിന് വേണ്ടി ഈ സ്പോൺസർക്ക് കൈമാറുന്നത്. അതെ, അങ്ങനെ കൊടുക്കുമ്പോൾ സർക്കാരിന്റെ ഈ സ്പോൺസർ പറയുന്നത് ശരിയാണ്, സത്യമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ലെജിറ്റിമസി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ അതിന് ശ്രമിക്കുന്നു. അതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ തീരുമാനമെടുക്കുന്നു. മുഖ്യമന്ത്രിയെ ഉപദേശിക്കേണ്ടത് ആരാണ്? സ്വാഭാവികമായിട്ടും ചീഫ് സെക്രട്ടറിയാണ്. കാരണം റൂൾസ് ഓഫ് ബിസിനസ് വളരെ കൃത്യമായിട്ട് അറിയുന്ന, ഇതിന്റെ രേഖകളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കാനായിട്ട് നിയമപരമായി ബാധ്യതയുള്ള, എന്നിട്ട് ഈ കാര്യങ്ങളിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അഡ്വൈസ് സർക്കാരിന് കൊടുക്കേണ്ടുന്ന ചീഫ് സെക്രട്ടറിയുടെ പങ്ക് എന്തായിരുന്നു? അപ്പൊ അദ്ദേഹം ഇതൊന്നും കണ്ടില്ലേ? ഇപ്പൊ നിയമവകുപ്പിനെ ധനവകുപ്പിനെ ഇരട്ടത്ത് നിർത്തിയിട്ട് ചീഫ് സെക്രട്ടറി ഈ കാര്യത്തിൽ ഡ്യൂ ഡിലിജൻസ് പാലിക്കാതെ സ്പോൺസറുടെ താളത്തിനനുസരിച്ച് ഒരു മന്ത്രി മാത്രമല്ല അതിനു മുകളിൽ മുഖ്യമന്ത്രി അടക്കം ഇവിടെ തുള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ സ്പോൺസറുടെ മറ്റ് ഡ്രാമയും മറ്റും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിലൊരു അക്കൗണ്ടബിലിറ്റിയും ഇല്ലാത്ത രീതിയിൽ അവസാനം ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് ഈ ആന്റോ അഗസ്റ്റിൻ പറയുന്ന സമയത്ത് എന്നാൽ ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് അതേ പാരട്ടി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അബ്ദുറഹ്മാൻ ഇവിടെ ഇരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എന്ത് പരിപാടിയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്? ഒരു കാര്യവും ഇവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ മെസ്സിക്ക് വലിയ ഫോളോയിങ് ഉണ്ട്, അർജന്റീന ടീമിന് ഫോളോയിങ് ഉണ്ട്, ഫുട്ബോളിന് ഫോളോയിങ് ഉണ്ട് എന്നുള്ള ഒരൊറ്റ കാര്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് കേരളീയ ജനതയ്ക്ക് ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിമിനോടും മെസ്സിയോടും അർജന്റീനയോടുമുള്ള താല്പര്യത്തിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഏതോ രീതിയിൽ ആർക്കൊക്കെയോ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കൂടി ശ്രമിച്ചു എന്നുള്ളിടത്താണ് ഇതൊരു സ്പോൺസർഷിപ്പ് പരാജയമല്ല, സാമ്പത്തിക ക്രമക്കേടാണ് എന്നുള്ള ആരോപണം ശക്തമാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്, ഇതൊരു സാമ്പത്തിക ക്രമക്കേടാണ്. ഇതിൽ കൂടുതൽ വിശദീകരണം നൽകേണ്ടത് അന്നത്തെ സ്പോർട്സ് മന്ത്രിയായ വി അബ്ദുറഹ്മാനാണ്. സ്പോൺസറായ RCB സ്വാഭാവികമായിട്ടും അവർ വിശദീകരണം നൽകും. അവർ എന്തായാലും കുറ്റമേറ്റെടുക്കാൻ തയ്യാറാവുകയില്ല. 126 കോടി രൂപ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള വിശദീകരണമായിരിക്കും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയിൽ നിന്ന് വരാൻ. RBC എന്നാണ് ആ കമ്പനിയുടെ പേര്, അവരിൽ നിന്ന് വരുവാനുള്ള സാധ്യത കാണുന്നത്. പക്ഷേ ഇത് ജനങ്ങളെ പറ്റിച്ചതാണ്. 126 കോടിയുടെ വിദേശ നാണ്യ വിനിമയമാണ് നടന്നത്. അത് സംസ്ഥാന സർക്കാർ അതിനായി കേന്ദ്ര അനുമതി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അത് മെസ്സിയുടെ പേരിലും അർജന്റീന ടീമിൻ്റെ പേരിലുമായിരുന്നു. മെസ്സിയും വന്നില്ല, അർജന്റീന ടീമും വന്നില്ല. ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്ത് ചോദ്യം ഇതായിരുന്നു: മെസ്സിയുടെ പേരിൽ തട്ടിപ്പ്, LDF സർക്കാരിനും പങ്കോ? LDF സർക്കാരിന് പങ്കുണ്ടെന്ന് 88% പ്രേക്ഷകർ. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.